രണ്ടുപേർ മരിച്ച ഞെട്ടലിൽ കാസർഗോഡുമുണ്ട്. തൃക്കരിപ്പൂർ സ്വദേശി കുഞ്ഞിക്കേളു, ചെർക്കള സ്വദേശി രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട നളിനാക്ഷനുമായി സംസാരിക്കാൻ കഴിഞ്ഞുവെന്ന് ബന്ധു 24-നോട് പറഞ്ഞു. കുവൈറ്റിലെ ജോലി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാനുള്ള തൃക്കരിപ്പൂർ തെക്കുംപാട്ടെ കുഞ്ഞിക്കേളുവിന്റെ സ്വപ്നങ്ങൾ കൂടിയാണ് അഗ്നിയിൽ എരിഞ്ഞമർന്നത്. 2 പതിറ്റാണ്ടിലധികമായി വിദേശത്ത് തുടരുന്ന കുഞ്ഞിക്കേളു കഴിഞ്ഞ ഓണത്തിനാണ് ഒടുവിൽ നാട്ടിലെത്തിയത്. മൂത്ത മകന് ജോലിയായതോടെ ഇത്തവണ കൂടി പോയി വന്നിട്ട് ജോലി മതിയാക്കാമെന്ന് ഭാര്യയ്ക്കും മക്കൾക്കും ഉറപ്പ് നൽകി. എന്നാൽ ഇങ്ങനെയൊരു മടക്കം ഭാര്യ മണിയോ മക്കളോ പ്രതീക്ഷിച്ചില്ല. 94 കാലഘട്ടത്തിൽ മുതലേ അദ്ദേഹം ഗൾഫിലായിരുന്നു, സൗദിയിലുണ്ടായിരുന്നു. പിന്നെ ഈ കുവൈത്തിലേക്ക് ഒരു 10-15 വർഷത്തിന് മുകളിലായി കുവൈത്തിൽ ഇതേ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്നു. ചെർക്കള സ്വദേശി രഞ്ജിത്തിന് അപകടത്തിൽ പൊള്ളലേറ്റുവെന്ന വാർത്തയാണ് ആദ്യം കുടുംബത്തെ തേടിയെത്തിയത്. അപ്പോൾ മുതൽ മകനു വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു അമ്മ രുക്മിണി. എന്നാൽ കാത്തിരിപ്പും പ്രതീക്ഷകളും വിഫലമായി. വൈകുന്നേരത്തോടെ മരണവാർത്തയെത്തി. 10 വർഷത്തിലേറെയായി ഗൾഫിൽ ജോലി ചെയ്യുന്ന രഞ്ജിത്ത് പുതുതായി നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശനത്തിനാണ് ഒടുവിൽ നാട്ടിലെത്തിയത്. 2 മാസത്തിനുള്ളിൽ രഞ്ജിത്ത് തിരിച്ചെത്തുമ്പോൾ വിവാഹം നടത്താനുള്ള ഒരുക്കത്തിലായിരുന്നു വീട്ടുകാർ. കെട്ടിടത്തിന് തീപിടിച്ചതറിഞ്ഞ് താഴെയുള്ള വാട്ടർ ടാങ്കിലേക്ക് ചാടിയാണ് ഒളവറ സ്വദേശി നളിനാക്ഷൻ രക്ഷപ്പെട്ടത്. നളിനാക്ഷൻ ഇന്ന് നാട്ടിലുള്ള ബന്ധുക്കളുമായി സംസാരിച്ചു. 3-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ ഒരു വാട്ടർ ടാങ്കിലേക്കാണ് ചാടിയത്. അവിടെ നിന്ന് തെറിച്ച് വീണോ എന്ന് പറയാൻ കഴിയില്ല. മൃതദേഹം ഉടൻ നാട്ടിലെത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബാംഗങ്ങൾ. 24 കാസർഗോഡ്. അപ്പോൾ ആ തീപിടുത്തത്തിൽ മരിച്ചവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർപ്പൂക്കൾ, ആദരം, സങ്കടപ്പൂക്കൾ അർപ്പിക്കുകയാണ് അവരുടെ ബന്ധുക്കൾക്ക്. ഇവരുടെയൊക്കെ ഒട്ടുമിക്ക എല്ലാവരുടെയും കുടുംബത്തിൻ്റെ ഏക അത്താണി ഇവരൊക്കെ തന്നെയാണ്. അപ്പോൾ അവരുടെ ബന്ധുക്കൾക്ക് ആ വിയോഗം താങ്ങാനുള്ള കരുത്തുണ്ടാകട്ടെ, സഹിക്കാനുള്ള കരുത്തുണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്.